പുണ്യമാസത്തിൽ ആരെങ്കിലുമൊക്കെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അധികൃതർ ഒരു സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേർക്ക് ഫാമിലി ആയിട്ട് 30 ദിർഹത്തിന് ടിക്കറ്റ് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് 7.5 ദിർഹം മാത്രമാണ് ടിക്കറ്റ് നിരക്കായിട്ട് വരുന്നത്. ഇതിപ്പോൾ റമദാനോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലൊരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ടിക്കറ്റ് കൗണ്ടറിലെത്തി നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന ഫാമിലിക്കാണ് 4 പേർക്കാണ് ഈ 30 ദിർഹത്തിന് ടിക്കറ്റ് കിട്ടുക. ഈ ഇഫ്താറിനും സുഹൂറിനും ഒക്കെ കൂടുതൽ കുടുംബങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിലൊക്കെ ഒത്തുകൂടാൻ ഒരു അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റമദാൻ മാസത്തിൽ സാലിക് നിരക്കിലും സമയത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സാലിക്കും ഇന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ 6 ദിർഹമായിരിക്കും സാലിക് നിരക്ക് വരുന്നത്. ഇനി അതല്ലാത്ത സമയത്ത് രാവിലെ 7 മുതൽ രാവിലെ 9 മണി വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 2 വരെയും 4 ദിർഹമായിരിക്കും സാലിക് നിരക്കായിട്ട് വരുന്നത്. പുലർച്ചെ 2 മുതൽ രാവിലെ 7 മണി വരെ സൗജന്യമായിരിക്കും. ഇനി ഇതല്ലാതെ ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലൊക്കെ എല്ലാ സമയത്തും സാലിക്ക് നിരക്ക് വരുന്നത് 4 ദിർഹമായിരിക്കും. ഞായറാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പുലർച്ചെ 2 മുതൽ രാവിലെ 7 മണി വരെ സൗജന്യവുമായിരിക്കും. ദുബായ് പോലീസ് ഇന്ന് നൽകിയിട്ടുള്ള ഒരു അറിയിപ്പ് ഈ റമദാൻ മാസത്തിൽ തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഓൺലൈൻ പണപ്പിരിവുകളൊക്കെ നടക്കുന്നതിനെ കുറിച്ചാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആപ്പുകൾ ഉണ്ടാക്കി ചാരിറ്റി സംഘടനകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പണപ്പിരിവുകൾ റമദാൻ മാസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെതിരെ ജാഗ്രത പാലിക്കാൻ വേണ്ടിയിട്ട് ദുബായ് പോലീസ് എടുത്തു പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ഭിക്ഷാടന മാഫിയകളെ കുറിച്ചൊക്കെ മറ്റും പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ് ഈ ഓൺലൈനായിട്ട് പണം തട്ടാനും അല്ലെങ്കിൽ പണം സ്വരൂപിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇത് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000 ദിർഹം പിഴയും 3 മാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകുമെന്നാണ് ദുബായ് പോലീസിന്റെ അറിയിപ്പിൽ പറയുന്നത്. വിശുദ്ധ റംസാനിലേക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ്. അപ്പോൾ UAE ഫത്വ കൗൺസിൽ അറിയിക്കുന്നത് പ്രകാരം നാളെ മഗ്രിബിന് ശേഷം മാസപ്പിറവി നിരീക്ഷിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ മാസപ്പിറവി ദൃശ്യമാവുകയാണെങ്കിൽ മറ്റന്നാൾ ഫെബ്രുവരി 18 റമദാൻ 1 ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 19 തന്നെയായിരിക്കും റമദാൻ 1 ആരംഭിക്കുക. ഏതായാലും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾക്കായിട്ട് വിശ്വാസി സമൂഹമടക്കമുള്ളവർ കാത്തിരിക്കുകയാണ്. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്, കല്യാൺ ജുവലേഴ്സ്, ലുലു, പാർത്ഥ സിഗ്നേച്ചർ, Arin Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Ain Golden Diamonds, Choco World, Abu Dhabi.